IMA കമ്മിറ്റി ഫോർ മെൻ്റൽ ഹെൽത്ത് കൺവീനറും ലൈഫ് ബ്രിഡ്ജ് സൂയിസൈഡ് പ്രിവെൻഷൻ സെൻറ്റർ ചെയർമാനും ഒപ്പം കോഴിക്കോട് ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രി ആൻഡ് റീഹാബിലിറ്റേഷൻ ഡയറക്ടറും ആയിട്ടുള്ള ഡോക്ടർ PN സുരേഷ് കുമാറാണ് ഇന്ന് നമ്മളുടെ അതിഥി. വൈദ്യശാസ്ത്രത്തിൽ വ്യത്യസ്തമായ ശാഖകളുണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഡോക്ടർ സൈക്യാട്രി എന്ന ഒരു മേഖല തിരഞ്ഞെടുത്തത്? MBBS പഠിക്കുന്ന കാലത്ത് തന്നെ ഏകദേശം ഒരു മൂന്നാമത്തെ വർഷം MBBS സമയത്ത് തന്നെ അവിടെ എന്നെ പഠിപ്പിച്ചൊരു സൈക്യാട്രി പഠിപ്പിച്ചൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഡോക്ടർ അരുൺ കിഷോറാണ്. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പം ഡോക്ടർ അരുൺ കിഷോർ സൈക്യാട്രി പഠിപ്പിക്കുന്ന ആ ഒരു ക്ലാസ് 2-3 ക്ലാസ്സുകൾ എനിക്കത് വളരെ എൻ്റെ മനസ്സിൽ സ്ട്രൈക്കിംഗ് ആയി പോയതാണ്. അപ്പോഴാണ് ഞാൻ ഈ മനുഷ്യ മനസ്സിൻ്റെ ഒരു സങ്കീർണതകളെക്കുറിച്ചും അതിലെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാത്ത കുറേ മേഖലകളും നമുക്കറിയുന്ന ചില മേഖലകളും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചൊക്കെ ഞാൻ ഡോക്ടറായിട്ട് വളരെ പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് എനിക്ക് തോന്നി ഇതൊരു സൈക്യാട്രി കുഴപ്പമില്ലാത്ത നമുക്ക് പറ്റുന്നൊരു സബ്ജക്റ്റാണ് എന്നുള്ളത് തോന്നി. അതിനുശേഷം MBBS കഴിഞ്ഞപ്പോൾ ഞാൻ ഹൗസ് സർജൻസി കഴിയുന്ന അന്ന് തന്നെ ഞാൻ നേരെ ഇവിടുത്തെ നമുക്ക് എൻട്രൻസൊക്കെ എഴുതി നമുക്ക് കിട്ടാനൊക്കെ ആയിട്ട് കുറേ സമയം പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഡോക്ടർ മനോജ് എന്ന് പറയുന്നൊരു സൈക്യാട്രിസ്റ്റ് കൂടിയുണ്ട്. അപ്പം അദ്ദേഹം വെല്ലൂരിൽ അന്ന് സൈക്യാട്രി അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ നേരെ വെല്ലൂരിലേക്ക് തിരിച്ചു. അവിടെ സൈക്യാട്രിയിലൊരു നോൺ PG രജിസ്ട്രാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞ് അവിടെ എൻട്രൻസ് എഴുതി സൈക്യാട്രി ജോയിൻ ചെയ്യാനുണ്ടായത്. അപ്പോൾ അതിലൊരു ഈ ഡോക്ടർ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ക്ലാസ് ശരിക്കും വളരെ ഒരു പ്രചോദനമായിരുന്നു എനിക്ക് പിന്നെ സൈക്യാട്രി സെലക്ട് ചെയ്യാനായിട്ട്. വെല്ലുവിളികൾ ഉണ്ടായേക്കാവുന്ന ഒരു മേഖല കൂടിയാണ് ഈ മനഃശാസ്ത്ര അല്ലെങ്കിൽ മനോരോഗ ചികിത്സാ രംഗം എന്ന് പറയുന്നത്. അവിടെ ഡോക്ടർക്ക് വല്ല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ സൈക്യാട്രിയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ കാലത്ത് ഞാനൊരു 10-20 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഈ സൈക്യാട്രിയൊക്കെ ആരെങ്കിലും പോകുമോ എന്നുള്ളൊരു സംസാരം അതിനെക്കുറിച്ചിട്ടുള്ളൊരു കളിയാക്കലൊക്കെ പണ്ടും നമുക്കുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ MBBS കഴിഞ്ഞ് സൈക്യാട്രിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം പലരോടും ഞാൻ നീ ഏതാണ് PG ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കുമ്പോൾ സൈക്യാട്രി ആണെന്ന് പറയുമ്പം പലരുടെയും ഒരു ഉള്ളിൽ ഒരു ചിരിയും പുറത്തേക്കുള്ളൊരു കളിയാക്കലൊക്കെ ശരിക്കും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ സബ്ജക്റ്റൊന്നും കിട്ടിയില്ല, ഇത് മാത്രം എടുക്കാൻ കിട്ടിയുള്ളൂ എന്നുള്ള രീതിയിലുള്ള സംസാരം അത് തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് സൈക്യാട്രിയാണ്. മനസ്സുകൊണ്ട് നമുക്ക് വളരെ താല്പര്യമുള്ളൊരു സബ്ജക്റ്റാണ്. എനിക്ക് സൈക്യാട്രി എടുത്തു കഴിഞ്ഞാൽ പലതും നമുക്ക് നമ്മളാൽ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണെന്നുള്ളത് തോന്നിയോണ്ട് ഞാൻ എടുത്തു. പക്ഷേ ഈ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സൈക്യാട്രി എത്ര മോശമായിട്ടുള്ള സബ്ജക്റ്റായിട്ടൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു സംഭവമാണ്. ഞാൻ 10-20 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് ആർക്കും ഒന്നും കിട്ടാത്തൊരു PG കിട്ടാത്തൊരു സ്ഥിതി വരുമ്പം അവസാനം സൈക്യാട്രി പോയിട്ടെടുക്കുക എന്നുള്ളൊരു ഇതായിരുന്നു അന്നെല്ലാം. പക്ഷേ ഇതെല്ലാം ഇന്നിപ്പോൾ അതെല്ലാം കാലങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ സൈക്യാട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളുടെ മറ്റേത് സ്പെഷ്യാലിറ്റി പോലെ വളരെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മറ്റേ ജനറൽ മെഡിസിനും മറ്റേതിനെ പോലെ തന്നെ ഈക്വലായിട്ട് നിൽക്കുന്ന ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒന്നായിട്ട് ഇപ്പോൾ സൈക്യാട്രി മാറിക്കഴിഞ്ഞു. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഇപ്പോൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് സൈക്യാട്രിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പം ഉണ്ടായിരുന്ന അന്നത്തെ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും ഒക്കെ അന്നത്തേക്കാൾ ഇപ്പോൾ വളരെ വളരെ ഡെവലപ്പ് ചെയ്തല്ലോ. മെഡിസിൻസ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തു. സൈക്യാട്രി അസുഖങ്ങൾ കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ അതിൽ സൈക്യാട്രി മെഡിസിൻ്റെ കൂടെ തന്നെ മറ്റ് പലതരത്തിലുള്ള ചികിത്സകളെല്ലാം ഭയങ്കര റാപ്പിഡ് പ്രോഗ്രസ്സാണ്. മറ്റ് മെഡിസിൻ സ്പെഷ്യാലിറ്റികളൊക്കെ വെച്ച് നോക്കുമ്പം സൈക്യാട്രിയിൽ ഭയങ്കരമായിട്ട് റാപ്പിഡ് ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്.